ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവറി ഡേ കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 19ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. കേരളത്തിലെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തിരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിനെയാണ്. കേരളത്തിലെ മികച്ച രക്തബാങ്കായി ദേശീയ ആരോഗ്യ മന്ത്രാലയം തെരഞ്ഞെടുത്തത് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ രക്തബാങ്കിനെയാണ്. 2025 ഫെബ്രുവരിയിൽ ഭാരത് ക്യാൻസർ ജീനോം അറ്റ്ലസ് പുറത്തിറക്കിയത് IIT മദ്രാസ് ആണ്. 2025 ഫെബ്രുവരിയിൽ ഭാരത് ക്യാൻസർ ജീനോം അറ്റ്ലസ് പുറത്തിറക്കിയത് IIT മദ്രാസ് ആണ്. ഇന്ത്യയിലെ ക്യാൻസർ ഗവേഷണത്തിന് കൂടുതൽ സഹായകമാകുന്ന ജനിതക ഡേറ്റാബേസ് ആണ് ഭാരത് ക്യാൻസർ ജീനോം അറ്റ്ലസ്. 2025 ഫെബ്രുവരിയിൽ ഭാരത് ക്യാൻസർ ജീനോം അറ്റ്ലസ് പുറത്തിറക്കിയത് IIT മദ്രാസ് ആണ്. മിഷൻ 3000 പ്രോഗ്രാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ റെയിൽവേ. മിഷൻ 3000 പ്രോഗ്രാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് നിലവിൽ വന്നത് ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രമേഹ ബയോ ബാങ്ക് നിലവിൽ വന്നത് ചെന്നൈയിൽ. 2022 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തെലങ്കാനയാണ്. 2022 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തെലങ്കാനയാണ്. 2ാം സ്ഥാനത്ത് കർണാടകയും 3ാം സ്ഥാനത്ത് ഉത്തർപ്രദേശുമാണ്. 2022 കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തെലങ്കാനയാണ്. 2ാം സ്ഥാനത്ത് കർണാടകയും 3ാം സ്ഥാനത്ത് ഉത്തർപ്രദേശുമാണ്. 2022 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മിസോറാമിലും ലക്ഷദ്വീപിലുമാണ്. 2022 കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മിസോറാമിലും ലക്ഷദ്വീപിലുമാണ്. പ്രഗതി, പ്രജനി എന്നിവ ഏത് കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്? പാവൽ. പ്രഗതി, പ്രജനി എന്നിവ ഏത് കാർഷിക വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്? പാവലിന്റെ. 100 വർഷത്തിനു ശേഷം ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷിയാണ് നൽപൊട്ടൻ. 100 വർഷത്തിന് ശേഷം ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയോദ്യാനത്തിൽ നിന്നും കണ്ടെത്തിയ അപൂർവ ഇനം പക്ഷിയാണ് നൽപൊട്ടൻ. സഹകരണ വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് അങ്ങാടി. സഹകരണ വകുപ്പ് അടുത്തിടെ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് അങ്ങാടി. അടുത്തിടെ കണ്ടെത്തിയ ലോകത്തിലെ ആദ്യത്തെ സസ്യാഹാര ചിലന്തിയാണ് ബഗീര ക്ലിപ്പിംഗി. അടുത്തിടെ കണ്ടെത്തിയ ലോകത്തിലെ ആദ്യത്തെ സസ്യാഹാര ചിലന്തിയാണ് ബഗീര ക്ലിപ്പിംഗി. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയുടെ രചയിതാവ് സാറ ജോസഫ് ആണ്. ഒരു പരമരഹസ്യത്തിന്റെ ഓർമ്മയ്ക്ക് എന്ന കൃതിയുടെ രചയിതാവ് സാറ ജോസഫ്. മഖാന ഉൽപാദനം, അവയുടെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2025 കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്നത് ബീഹാറിലാണ്. മഖാന ഉൽപാദനം, അവയുടെ സംസ്കരണം, വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച മഖാന ബോർഡ് നിലവിൽ വരുന്ന സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ്. 67ാമത് ഗ്രാമി പുരസ്കാരം 2025
ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് കൗബോയ് കാർട്ടർ ആണ്. 67ാമത് ഗ്രാമി പുരസ്കാരമാണ് 2025 പ്രഖ്യാപിച്ചത്. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് കൗബോയ് കാർട്ടർ ആണ്. അമേരിക്കൻ ഗായികയും ഗാനരചയിതാവുമായ ബിയോൺസെയുടെ ആൽബമാണ് കൗബോയ് കാർട്ടർ. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ ആൽബം ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് കൗബോയ് കാർട്ടർ ആണ്. അമേരിക്കൻ ഗായികയും ഗാനരചയിതാവുമായ ബിയോൺസെയുടെ ആൽബമാണ് കൗബോയ് കാർട്ടർ. 67ാമത് ഗ്രാമി പുരസ്കാര നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ ഗായിക ബിയോൺസെയാണ്. 67ാമത് ഗ്രാമിയിലെ പുരസ്കാര നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ ഗായിക അമേരിക്കൻ ഗായികയായ ബിയോൺസെയാണ്. 35 ഗ്രാമി പുരസ്കാരങ്ങളാണ് ഇതുവരെ ബിയോൺസെ നേടിയിട്ടുള്ളത്. 67ാമത് ഗ്രാമിയിലെ പുരസ്കാര നേട്ടത്തോടെ ഏറ്റവും കൂടുതൽ ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ ഗായികയാണ് ബിയോൺസെ. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ ബിയോൺസെ നേടിയ പുരസ്കാരങ്ങൾ മികച്ച കൺട്രി ആൽബത്തിനുള്ള പുരസ്കാരം, ആൽബം ഓഫ് ദി ഇയറിനുള്ള പുരസ്കാരം, മികച്ച കൺട്രി ഡ്യുവോ അല്ലെങ്കിൽ ഗ്രൂപ്പ് പെർഫോമൻസിനുള്ള പുരസ്കാരം എന്നിവയാണ് 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ ബിയോൺസെ നേടിയ പുരസ്കാരങ്ങൾ. മികച്ച കൺട്രി ആൽബം, ആൽബം ഓഫ് ദി ഇയർ, മികച്ച കൺട്രി ഡ്യുവോ അല്ലെങ്കിൽ ഗ്രൂപ്പ് പെർഫോമൻസ്, മൈലി സൈറസിനൊപ്പം മികച്ച കൺട്രി ഡ്യുവോ അല്ലെങ്കിൽ ഗ്രൂപ്പ് പെർഫോമൻസിനുള്ള പുരസ്കാരം എന്നിവയാണ് 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ ബിയോൺസെ കരസ്ഥമാക്കിയത്. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ റെക്കോർഡ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നോട്ട് ലൈക്ക് അസ് എന്ന ആൽബമാണ്. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ റെക്കോർഡ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നോട്ട് ലൈക്ക് അസ് എന്ന ആൽബമാണ്. നോട്ട് ലൈക്ക് അസ് എന്ന ആൽബത്തിന്റെ നിർമ്മാതാവ് കെൻഡ്രിക് ലാമർ ആണ്. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ സോങ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതും നോട്ട് ലൈക്ക് അസ് എന്ന ആൽബമാണ്. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ സോങ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് നോട്ട് ലൈക്ക് അസ് എന്ന ആൽബമാണ്. നിർമ്മാതാവ് കെൻഡ്രിക് ലാമർ ആണ്. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച റാപ്പ് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയത് അലിഗേറ്റർ ബൈറ്റ്സ് നെവർ ഹീൽ എന്ന ആൽബമാണ്. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച റാപ്പ് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയത് അലിഗേറ്റർ ബൈറ്റ്സ് നെവർ ഹീൽ എന്ന ആൽബത്തിനാണ്. അലിഗേറ്റർ ബൈറ്റ്സ് നെവർ ഹീൽ എന്ന ആൽബത്തിന്റെ നിർമ്മാതാവ് ഡോച്ചിയാണ്. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച പോപ്പ് വോക്കൽ ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന ആൽബത്തിനെയാണ്. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച പോപ്പ് വോക്കൽ ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന ആൽബമാണ്. ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന ആൽബത്തിന്റെ നിർമ്മാതാവ് സബ്രീന കാർപെന്റർ ആണ്. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ന്യൂ ഏജ് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയത് ത്രിവേണി എന്ന ആൽബമാണ്. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ന്യൂ ഏജ് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയത് ത്രിവേണി എന്ന ആൽബമാണ്. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ ഇടം പിടിച്ച ഇന്ത്യൻ അമേരിക്കൻ സംഗീതജ്ഞയും സംരംഭകയുമായ വ്യക്തിയാണ് ചന്ദ്രിക ടണ്ടൻ. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ ഇടം പിടിച്ച ഇന്ത്യൻ അമേരിക്കൻ സംഗീതജ്ഞയും സംരംഭകയുമായ വ്യക്തിയാണ് ചന്ദ്രിക ടണ്ടൻ. 67ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ന്യൂ ഏജ് ആൽബത്തിനുള്ള പുരസ്കാരം നേടിയ ത്രിവേണി ആൽബത്തിന്റെ നിർമ്മാതാവായ സംഗീതജ്ഞയാണ് ചന്ദ്രിക ടണ്ടൻ. 2025 ഫെബ്രുവരിയിൽ ഡീപ് റിസർച്ച് എന്ന AI ടൂൾ അവതരിപ്പിച്ച കമ്പനിയാണ് ഓപ്പൺ AI. 2025 ഫെബ്രുവരിയിൽ ഡീപ് റിസർച്ച് എന്ന AI ടൂൾ അവതരിപ്പിച്ച കമ്പനി ഓപ്പൺ AI ആണ്. ഇന്റർനെറ്റിലുടനീളമുള്ള വിവരങ്ങൾ സമന്വയിപ്പിച്ച് ഒരു സമഗ്ര റിപ്പോർട്ട് സൃഷ്ടിക്കാൻ കഴിവുള്ള AI ടൂളാണ് ഡീപ് റിസർച്ച്. 2025 ഫെബ്രുവരിയിൽ ഡീപ് റിസർച്ച് എന്ന AI ടൂൾ അവതരിപ്പിച്ച കമ്പനി ഓപ്പൺ AI ആണ്. ന്യൂസിലൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരനഗി മംനൗഗ.
ന്യൂസിലൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരനഗി മംനൗക. ന്യൂസിലൻഡ് പാർലമെന്റ് വ്യക്തിത്വ പദവി നൽകിയ പർവ്വതമാണ് താരനഗി മംനൗക. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് നവീൻ ചൗള. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് നവീൻ ചൗള. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് നവീൻ ചൗള.